ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതിൽ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു ബുക്കാട്ടോ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഐ ഓപ്പണർ തന്നെയാണ്. കാരണം നമുക്കറിയാവുന്ന നമ്മളുടെ കുറേ കാര്യങ്ങൾ എസ് ഡി ക്ലാരിറ്റിയോടുകൂടി നമുക്കൊന്നുകൂടെ കാണാൻ കഴിയുന്ന, അതിനെ നമ്മളെ സഹായിക്കുന്നൊരു ബുക്കാണിത്. ഇതൊരു നിമിത്തമാണ്, ഇതിനൊരു ടൈമുണ്ട് ഈ ബുക്ക് വായിക്കുന്നതിന്. ചിലപ്പോൾ ഇത് നമ്മൾ ഒരുപാട് കാലം നമ്മളുടെ ബുക്ക് ഷെൽഫിൽ, ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളെ കാണുന്നവർ വായിക്കാതെ ബുക്ക് ഷെൽഫിൽ ഇരിപ്പുണ്ടാവും, മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ ഇരുന്നിട്ട് നമ്മുടെ ലൈഫിൽ ആ ഒരു റൈറ്റ് ടൈം ആകുമ്പോഴായിരിക്കും നമ്മൾ ഈ ബുക്ക് എടുക്കുന്നതും വായിക്കുന്നതും ഇതിലൂടെ നമ്മളുടെ മൈൻഡ് പോകുന്നതുമൊക്കെ. മറ്റ് ബുക്കുകളിലൊക്കെ, അതായത് ആൽക്കമിസ്റ്റിലും സീക്രട്ടിലും ഒക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്താൽ അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡേജാവ് ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ ലൈഫിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു സയൻറ്റിഫിക് ട്രൂത്തിനെ വളരെ ക്ലിയർ ആയിട്ടാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 2026 അതിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഡ്രീമുകളും ഒക്കെ ആയിട്ടാണ് നിങ്ങളൊരു ഈ ഇയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ബുക്കൊന്ന് വായിക്കുക തന്നെ വേണം കേട്ടോ. കാരണം നമുക്ക് എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കലി കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു വലിയ ലെസനാണ് ഈ ബുക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് സാധാരണ ബുക്ക് വായിക്കുന്ന അത്ര സ്പീഡിൽ നമുക്കിത് വായിച്ച് തീരില്ല കേട്ടോ. നമ്മളിത് വായിക്കുമ്പം വീണ്ടും വീണ്ടും ഒരു ലെസൺ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, അത് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ വേണം മനസ്സിരുത്തി വായിക്കണം. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട സ്ഥലങ്ങൾ വരും, റിപ്പീറ്റ് ചെയ്ത് വായിക്കണം, അനലൈസ് ചെയ്യണം. ഇതൊക്കെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഞാനൊരു ബുക്കിൻ്റെ റിവ്യൂ ചെയ്യാൻ കാരണം, റീസെൻ്റ്ലി വായിച്ച ബുക്ക് ഏതാണെന്ന് പറഞ്ഞ് നമുക്ക് ഞാനിങ്ങനെ ഷെൽഫിൻ്റെയും ബുക്ക് സ്റ്റോളിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് DM വന്നാണ്, റീസെൻ്റ്ലി വായിച്ച ബുക്ക് ഏതാണ്, അതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി വായിച്ച ബുക്ക് ഇത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എനിക്കും ഈ വീഡിയോ കാണുന്ന മറ്റ് വ്യൂവേഴ്സിനും സജസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ വായിച്ചിട്ടില്ലാത്ത ബുക്കാണെങ്കിൽ ഞാനും വായിക്കാം, എന്നിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ബുക്ക് ഫേവറേറ്റ് ആയതെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി DM ചെയ്താലും മതി. അപ്പോൾ ഇതുപോലൊരു ബുക്ക് റിവ്യൂവിൻ്റെ സെക്കൻഡ് എപ്പിസോഡുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.